ഹലോ, വെൽക്കം ബാക്ക് ടു ടാരോ വിത്ത് അനല. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ക്ലാരിറ്റി സ്പ്രെഡാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൈഫിൻ്റെ ഏത് മേഖലയിലും ആയിക്കോട്ടെ, നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഒന്നും ഒരു ക്ലാരിറ്റി ഇല്ല, വ്യക്തതയില്ല എന്നുള്ള അവസ്ഥയിലാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾക്ക് എന്ത് ഒരു തീരുമാനമാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്നുള്ള ഒരു മാർഗ്ഗനിർദ്ദേശമാണ് ഈ സമയത്ത് ഈ ഒരു റീഡിങ്ങിൽ കൂടെ നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ റീഡിങ്ങിലേക്ക് പോവാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി എന്താണിപ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു എനർജി എന്താണ്, ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജി. ക്വീൻ ഓഫ് സ്വാർഡ്സ് ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലായിട്ടാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് തോട്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് ചില പ്ലാനുകളുണ്ട്, ഇന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്നൊക്കെയുള്ള ഒരു ഐഡിയയൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നെനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ക്വീൻ ഓഫ് സോർട്സ് ഇതാണ് നിങ്ങളുടെ മെയിനായിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത്. ചില കമ്മ്യൂണിക്കേഷനുകൾ, ചില കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയണം എന്നൊക്കെ നിങ്ങൾ വളരെ ഷാർപ്പായിട്ട് വിചാരിക്കുന്നുണ്ടായിരിക്കും. എന്താണ് ഈ ഒരു സമയം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം? ഓക്കെ, ഇത് നിങ്ങളുടെ പ്ലാനുകളാണ്, പക്ഷേ ഈ സമയത്ത് നിങ്ങൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എംപറർ. അപ്പോൾ നിങ്ങൾ ഏതാണ്ട് കറക്റ്റ് ട്രാക്കിൽ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എംപറർ കാർഡ് എന്ന് പറയുമ്പോൾ സ്ട്രക്ചറിൻ്റെ കാർഡാണ്. നിങ്ങൾക്ക് സ്ട്രക്ചർ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ സ്ട്രക്ചർ വേണ്ട സമയം തന്നെയാണ്. യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. വെരി ഗുഡ്. ഇനി എന്ത് കാര്യത്തിലാണ് നിങ്ങൾ ഈ സമയത്ത് ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. 4 ഓഫ് സോർഡ്സ് ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ തളർന്നിട്ടുണ്ടാവാം, പക്ഷേ നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ റെഡിയല്ല. നിങ്ങൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആക്ഷൻ, എന്ത് കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ടാണോ നിങ്ങൾ ഇരിക്കുന്നത് അതൊന്ന് നടത്തിയെടുക്കാൻ, ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് അതിൻ്റെ പുറമെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ പക്ഷേ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് എന്ന് കാണുന്നുണ്ട്. സ്ട്രക്ചർ വേണ്ട സമയമാണ്, പക്ഷേ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മിസ്സാവുന്നത് നിങ്ങളുടെ റെസ്റ്റാണ്. നിങ്ങളൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ട് കുറച്ചൊന്ന് പോസ് ചെയ്ത് ഒന്ന് ചിന്തിച്ചിട്ട് വേണം ബാക്കി ഉള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ എന്നുള്ള ഒരു എനർജിയുടെ വരുന്നുണ്ട്. നമുക്കതിന് കൂടുതൽ ക്ലാരിഫിക്കേഷൻ എടുക്കാം. എന്തുകൊണ്ടാണിപ്പോൾ നിങ്ങൾ റെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്? നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ കാര്യങ്ങൾ വിചാരിച്ച സ്പീഡിൽ മുന്നോട്ട് പോകുന്നുണ്ടാവില്ല. വളരെ കാര്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്തു, കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നു, പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വേഗം കാര്യങ്ങൾക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതും ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. ചില സമയത്ത് നമ്മൾ കൊടുക്കുന്ന എഫേർട്ടിനനുസരിച്ചിട്ടുള്ള പെട്ടെന്നുള്ള റിസൾട്ട് നമുക്ക് കിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു റെസ്റ്റ് വേണ്ട സമയമാണ്. നിങ്ങളെ തന്നെ ഒരു പരിധിയിലധികം നിങ്ങൾ സ്വയം സ്ട്രെച്ച് ചെയ്ത് സ്വയം ഇല്ലാതാവരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. കുറച്ചൊന്ന് കുറച്ചുകൂടി കൈൻഡ് ആവുക ലൈഫിൽ. നമ്മളെക്കുറിച്ച് തന്നെ കുറച്ചുകൂടി കൈൻഡായിട്ട് ചിന്തിക്കുക, കുറച്ചൊരു കരുണ അവനവനോട് തന്നെ കാണിക്കുക എന്നുള്ളൊരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വാട്ട് ഈസ് യുവർ ബ്ലൈൻഡ് സ്പോട്ട്? എന്താണ് ഈ സമയത്ത് നിങ്ങൾ കാണാതെ പോകുന്നത് എന്ന് നോക്കാം. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 2 പെൻറ്റക്കിൾ എനർജി വന്നിട്ടുണ്ട്. ലൈഫിൽ ചില ബ്ലെസ്സിങ്ങുകൾ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില കാര്യങ്ങളിൽ നിങ്ങൾ ഓൾറെഡി ഒരു രാജാവ് ആണ്. അത് കാണാതെയാണ് നിങ്ങൾ ഈ ക്വീൻ എനർജിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ എന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ട് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഉള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾ കാണാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇത് ബ്ലൈൻഡ് സ്പോട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നിങ്ങളിത് കാണുന്നില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ധനത്തിൻ്റെ പുറകെയാണ് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫാമിലി നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഫാമിലിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഓടി നടക്കുന്നതെങ്കിൽ ഏതോ ഒരു വഴിക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ചെറിയ രീതിയിലുള്ള അനുഗ്രഹങ്ങൾ വരുന്നുണ്ട്. ചെറുതല്ല, കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിലുള്ള അനുഗ്രഹങ്ങൾ തന്നെയാണ്. നിങ്ങളത് കാണാതെ പോവുകയാണ്, നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നു, ആ ഒരു ഓൾറെഡി നിങ്ങൾ ഹാപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ലാത്ത ആ ഏരിയ ഓഫ് ലൈഫ് നിങ്ങൾ അതിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നുണ്ട് ഇവിടെ. എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് മിസ്സായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കിയാലോ. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, വീണ്ടും പെൻറ്റക്കിൾ എനർജി വരുന്നുണ്ട്. അപ്പോൾ സ്ട്രോങ്ലി എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തോ ഒരു പൈസ വരാനുള്ള എന്തോ ഒരു
എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്, നിങ്ങളത് കണ്ണിൽ പെടാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. 3 പെൻഡക്കിൾ എനർജിയായി കണ്ടിന്യൂസ് വരുന്നു. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ഇരുത്തി ആലോചിക്കുക, ഈ ഒരു റെസ്റ്റിംഗ് എനർജിയിലേക്ക് വരിക. എന്തിൻ്റെയോ പുറകെ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ പൈസ വരാനുള്ള ഏതോ ഒരു വഴി നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. നിങ്ങൾ ആ ഡോറൊന്ന് തുറന്നു കൊടുക്കാത്ത ഒരു താമസമാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അത് ഒന്ന് മനസ്സിൽ വയ്ക്കുക. ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അത് മിസ് ചെയ്യരുത്. ഒന്ന് പതുക്കെ ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക, ഒന്നൊന്ന് പോസ് ചെയ്യുക. എന്നിട്ട് എന്താണ് എൻ്റെ ലൈഫിലേക്ക് ഇപ്പോൾ പൈസ വരാനുള്ള ഓപ്പർച്യൂണിറ്റി എന്താണുള്ളതെന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. എന്താണ് നിങ്ങൾ ഈ സമയത്ത് ഹോൾഡ് ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കാം. എംപ്രസ്. ഏതെങ്കിലും ഒരു കംഫർട്ട് സോണിൽ പെട്ടിട്ട് നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങളെ കാണാതിരിക്കുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഇപ്പോൾ ഒരുപക്ഷെ കുറേ കാലങ്ങളായിട്ട് ഒരു സ്ഥലത്ത് നിങ്ങൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള കാര്യങ്ങളൊന്നും പുതുമ ഉള്ളതായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെയുള്ള കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കംഫർട്ട് സോണിൽ നിങ്ങൾ അങ്ങനെ പോവുകയായിരിക്കാം. കുറച്ചുകൂടി ഒന്ന് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ അവിടെ പുതിയൊരു ഓപ്പർച്യൂണിറ്റി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ ഇങ്ങനെ ഓടിപ്പോകാതെ ഒന്ന് നിന്നിട്ട് നിങ്ങളൊന്ന് ചുറ്റും ശ്രദ്ധിക്കുക, പുതിയ ഓപ്പർച്യൂണിറ്റീസ് എന്താണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്കൊരു ബ്ലോക്കായിട്ട് നിങ്ങളെ ഹോൾഡ് ബാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി തന്നെയാണ്. അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ എനർജിയും ആകാം. എംപ്രസ് എനർജി എന്ന് പറയുമ്പോൾ അമ്മ, സഹോദരി, ഭാര്യ, പാർട്ട്ണർ, അങ്ങനെ ഒരു ഫീമെയിൽ എനർജിയും ആകാം. അതല്ലെങ്കിൽ ഇത് ക്രിയേറ്റിവിറ്റി എന്ന് സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഒരു പക്ഷേ ബ്ലോക്കായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. അതായത് കുറേ വർഷങ്ങൾ നമ്മൾ ഒരേ ജോലി ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കണ്ണുമടച്ച് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ നമ്മളവിടെ നമ്മളെ ശ്രദ്ധ അവിടെ കൊടുക്കില്ല. പുതിയതായിട്ടുള്ള വഴികൾ അല്ലെങ്കിൽ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചാൽ തുറന്നു വരാൻ സാധ്യതയുള്ള വഴികളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ചെയ്യേണ്ടത് എന്ന് നോക്കാം. 3 of Wands ആണ്. അപ്പോൾ ഈ ഒരു എനർജിയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. പ്ലാനിങ്, അമിതമായിട്ടുള്ള പ്ലാനിങ് ഈ സമയത്ത് പാടില്ല. ആ ഒരു എനർജി നിങ്ങൾ വിട്ടുകളയുക. ഓക്കെ, 9 of Wands ആണ്. ഓക്കെ, കുറച്ചുകൂടി നിങ്ങളൊന്ന് ഹോൾഡ് ഓൺ ചെയ്യുക. ഇത് നിങ്ങൾ ഓൾറെഡി ടയേർഡ് ആയിട്ടുണ്ട് എന്നുള്ളൊരു എനർജിയാണ്. കുറച്ചുകൂടി ഒന്ന് ഹോൾഡ് ഓൺ ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. എന്ത് കാര്യമാണ് നിങ്ങൾ ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കാം. 2 of Cups നമുക്ക് റിവേഴ്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതോ ഒരു കമ്മ്യൂണിക്കേഷൻ മുടങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. ഏതോ ഒരു ബന്ധം, ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ബ്ലോക്കായിട്ട് നിൽക്കുന്നുണ്ട്. ലൈഫ് ഒന്ന് സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട് എന്ത് അലൈൻഡ് ആക്ഷനാണ് ഇനി എടുക്കേണ്ടത് എന്ന് നോക്കാം. Ace of Cups, 2 of Cupsഉം Ace of Cupsഉം വന്നിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ നിങ്ങളോട് മന്ത്രിക്കുന്ന കാര്യം എന്താണ്? ഈ ഒരു റെസ്റ്റ് അവസ്ഥയിലേക്ക് വരിക. നിങ്ങൾ ഒന്ന് ആൽഫ സ്റ്റേറ്റിലേക്ക് വരിക. ആൽഫ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റാണ്. എന്താ പറയുക, ഈ ചുറ്റുമുള്ള ലോകത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന് പുറകോട്ട് മാറി നിന്നിട്ട് നിങ്ങൾ ഹൃദയം പറയുന്നത് കേൾക്കാനാണ് പറയുന്നത്. എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുന്നുണ്ട്. ആ ഒരു ഡോർ നിങ്ങൾ ഓപ്പൺ ആക്കുന്നില്ല. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കണമെങ്കിൽ ഈ റെസ്റ്റിംഗ് പൊസിഷനിലേക്ക് വരിക. ഒരു റെസ്റ്റിംഗ് എനർജിയിലേക്ക് വന്ന ശേഷം നിങ്ങളുടെ മനസ്സ് പറയുന്ന എന്തോ ഒരു കാര്യം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അത് നിങ്ങൾ കേൾക്കാനാണ് പറയുന്നത്. ക്യാൻ വി ഗെറ്റ് സം ക്ലൂ ഓൺ ദിസ്? ജസ്റ്റിസ്, നീതി ആണ് സൂചിപ്പിക്കുന്നത്. സംഹൗ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു പുതിയ റിലേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക്, സ്റ്റെബിലിറ്റി ഉള്ള ഒരു റിലേഷൻ ലൈഫിലേക്ക് ചിലപ്പോൾ വരുന്നുണ്ടായിരിക്കാം. ഇവിടെ നമുക്കൊരു ഫീമെയിൽ എനർജിയും വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇവിടെ ഒരു 2 of Cups നമുക്ക് റിവേഴ്സും വന്നിട്ടുണ്ട്. സോ എനിക്ക് മൊത്തത്തിൽ മനസ്സിലാവുന്നത് നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാനുള്ള പ്ലാനിങ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ എവിടേക്കോ നിങ്ങളുടെ വൈകാരികമായിട്ടുള്ള നിങ്ങളുടെ എന്താ പറയുക ഫീലിങ്സ്, നിങ്ങളുടെ ആവശ്യങ്ങൾ ഒക്കെ നിങ്ങൾ അവഗണിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. എവിടേക്കോ ഒരു റിലേഷൻ സ്റ്റെബിലിറ്റിയുള്ള, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന, ലൈഫിലേക്ക് ഒരു സ്ഥിരത കൊണ്ടുവരാൻ കഴിയുന്ന ഒരു റിലേഷൻ, ഒരു സ്നേഹബന്ധം എവിടെയോ നിങ്ങൾക്ക് മിസ്സാവുന്നുണ്ട്. നിങ്ങൾ ഈ സമയത്ത് അതൊന്ന്
നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് ജസ്റ്റിസ് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റിലേഷൻ നിങ്ങളിലേക്ക് വരേണ്ടത് തന്നെ ആയിരുന്നു. ഓക്കെ, മേ ബി ദിസ് ഇസ് ഫ്രം യുവർ പാസ്റ്റ് ലൈഫ്. ആ ഒരു ബന്ധം ഏതാണ്? പുരുഷനാവാം, സ്ത്രീ ആവാം. അതായത് ഒരു പാർട്ട്ണർ എന്നുള്ള എനർജി മാത്രമല്ല അവിടെ വരുന്നത്. റൊമാൻറ്റിക് റിലേഷൻ തന്നെ ആവണമെന്നില്ല. എവിടെയോ നിങ്ങൾക്ക് സ്ഥിരത കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒരു റിലേഷൻ, ഒരു മാനുഷിക ബന്ധം എവിടെയോ നിങ്ങൾക്ക് പെൻഡിങ് ആവുന്നുണ്ട്. അതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഈ സമയത്ത് പോകേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കാർഡ്, ബ്യൂട്ടിഫുൾ എനർജി, നമുക്കിതൊന്ന് നമ്മുടെ കമൻസിൽ എഴുതാം. ഏസ് ഓഫ് കപ്സ്, ഏസ് എന്നാണ് പറയുക, ഏസ് ഓഫ് കപ്സ്. ഇത് എന്തൊക്കെയോ ചില പുതിയ കാര്യങ്ങളുടെ ഒരു തുടക്കം സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളത് കാണാതെ പോവുകയാണ് എന്നുള്ളതാണ് ഈ കാർഡ്സിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത്. സോ ഏസ് ഓഫ് കപ്സ്, നിങ്ങൾക്ക് ഈ വേർഡ് കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ താങ്ക് യു, ബൈ.